നമ്മൾ മിക്ക ആളുകളും ഞാനടക്കം നമ്മൾ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ രാവിലെ വരുന്നത് 2 വീലേഴ്സിലായിരിക്കും അല്ലേ. ഞാനിത് ശ്രദ്ധിക്കാൻ കാരണം നമ്മുടെ KL റൈഡർ എന്ന് പറഞ്ഞിട്ടൊരു മച്ചാനുണ്ട്. ബൈക്ക് ഓടിച്ചോടിച്ച് എൻ്റെ ചെവി ഇപ്പോൾ അടിച്ചുപോയ അവസ്ഥയിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലോ പുള്ളിയുടെ ഒരു റീസെന്റ് പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഒന്ന്, ഒരു ലോങ് റൈഡിന് പോകുമ്പോൾ ആ ഒരു ഹൈവേ കൂടെയൊക്കെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ മേ ബി ഒരു 60-70 സ്പീഡിനൊക്കെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അടിക്കുന്ന ഒരു വിൻ നോയ്സ് എന്ന് പറയുന്നത് മേ ബി ഒരു 90 ഡെസിബലിനൊക്കെ മുകളിലോട്ടായിരിക്കും. അപ്പോൾ അറിയാം, ഒരു നോയ്സ് കാരണം നമുക്കൊരു നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് വരാം, അല്ലെങ്കിൽ ടിനൈറ്റസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും വരാം. അപ്പോൾ നമ്മൾ ആ ഒരു മൂഡിൽ ആ ഒരു വൈബിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അപ്പോൾ യൂസ് ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുക. ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം അൺവാണ്ടഡ് നോയ്സ് അത് ബ്ലോക്ക് ആയിക്കോളും, ഒരു നോയ്സ് ക്യാൻസലേഷൻ പോലെ ആക്ട് ചെയ്യും. എപ്പോഴും ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുക rather than യൂസിങ് ഹാഫ് ഫേസ് ഹെൽമെറ്റ്സ്. വൈ? ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് വയ്ക്കുമ്പോൾ അതൊരു നോയ്സ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ, ഫുൾ കവേർഡ് ആണ്. അതുപോലെയല്ല ഹാഫ് ഫേസ് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ. ഓൾസോ ഫുൾ ഫേസ് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ നല്ല വെന്റിലേഷനുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അറിയാൻ ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളും നമ്മൾ വിയർത്ത് പണ്ടാറുണ്ടെങ്കിൽ പോകും. സോ നല്ല വെന്റിലേഷനുള്ള നല്ല പാഡിംഗ് ഒക്കെ ഉള്ള ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുക. 3, ഫ്രീക്വൻറ്റ് ബ്രേക്സ് എടുക്കുക. അത് നമ്മൾ ആ ഒരു റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു മടിപ്പീര് മാത്രമല്ല, നമ്മുടെ ഹിയറിംഗ് ഹെൽത്തിനും നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നോയ്സ് കേൾക്കാണ്ട് ബ്രേക്സ് എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ശരീര ഭാഗങ്ങളും എന്ന പോലെ നമ്മുടെ ചെവിക്കും അത് നല്ലതാണ്. ഇനി നമ്മൾ സിറ്റി റൈഡ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ചില ആൾക്കാർ ആദ്യം ഇയർഫോൺ വയ്ക്കും. നമ്മുടെ നോർമൽ ഇയർഫോൺ വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്തുകൂടി ഹെൽമെറ്റും കൂടെ കയറ്റി അങ്ങ് വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഒന്ന്, ഓൾറെഡി ഇയർഫോൺ അതിൻ്റെ പുറത്തൂടെ ഹെൽമെറ്റും കൂടെ ഒക്കെ വയ്ക്കുമ്പോൾ ആ ഒരു ഫിസിക്കലി അത് അത്രയും കംഫർട്ടബിൾ ആയിട്ടായിരിക്കില്ല ഇരിക്കുന്നത്. അവിടെയൊക്കെ ചിലപ്പം വേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നല്ല ട്രാഫിക് ആണ്. അപ്പം ഓൾറെഡി എന്തിനായിരിക്കും, പാട്ടൊക്കെ കേൾക്കാനായിരിക്കും അങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ പാട്ട് കേൾക്കണമല്ലോ. അപ്പോൾ ഓൾറെഡി പുറമെ നല്ല ട്രാഫിക്കിൻ്റെ നോയ്സ് ആണ്. അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ പാട്ടിൻ്റെ ഒച്ച വീണ്ടും നല്ല വലിപ്പത്തിൽ വയ്ക്കും. ഇതൊരു ലോങ് ടൈമിൽ ചെയ്യുന്നത് നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ യെസ്, നമ്മളെല്ലാവരും നമ്മളൊരു ലോങ് ടൈമിൽ റൈഡ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണെങ്കിലും നമ്മളപ്പോൾ റൈഡ് ചെയ്യുകയാണല്ലോ. സോ വി ആർ ഓൾ റൈഡേഴ്സ്. സോ keep these things on your minds, riders.